ആടുജീവിതം വായിക്കാത്ത മലയാളികൾ വിരളമാണ്. അത് സിനിമയാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയാനുള്ള ത്രില്ലിലായിരുന്നു പ്രേക്ഷകർ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബ്ലെസ്സി ചിത്രം ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബ്ലെസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പും പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പും വെറുതെ ആയില്ലെന്ന് തെളിയിക്കുകയാണ് ആടുജീവിതം. ആരും അറിയാതെ ഒരു കോണിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന നജീബ് എന്ന മനുഷ്യന്റെ ജീവിതം ഒരു കൂട്ടം പ്രവാസികളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ബെന്യാമിൻ എന്ന സാഹിത്യകാരനിലേക്കും. അത് പിന്നീട് പുസ്തകമാക്കി വായനക്കാരുടെ ഹൃദയത്തെ പൊള്ളിച്ചു. ഒരു സംവിധായകൻ നീണ്ട 16 വർഷം ഒറ്റ ചലച്ചിത്രത്തിനായി മാറ്റിവെക്കുക, 6 വർഷത്തോളം ഷൂട്ട് ചെയ്യുക, 35 കിലോയോളം തൂക്കം കുറച്ച് എല്ലും തോലുമായ മേക്ക് ഓവറിൽ ഒരു നടൻ അഭിനയിക്കാനായി എത്തുക. ആടുജീവിതം സിനിമയ്ക്കായി അതിലെ ഓരോരുത്തരും അവരുടെ എക്സ്ട്രീം ലെവൽ തന്നെ കൊടുത്തു എന്ന് പറയാം. ആടുജീവിതം നോവൽ സിനിമയാകുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ ഹോളിവുഡ് നിലവാരം ആവശ്യപ്പെടുന്ന ദൃശ്യഭംഗി രംഗങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള സന്ദേഹങ്ങൾ ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ കടന്നു വന്നിരുന്നു. എന്നാൽ ഈ സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ സിനിമ. നോവൽ വായിച്ച് മനസ്സിൽ പതിപ്പിച്ചവർക്കിടയിലേക്ക് അതേ കൃതിയുടെ ദൃശ്യഭാഷയുമായി എത്താൻ അസാധാരണമായ ധൈര്യം വേണം. ബ്ലെസ്സി അതിൽ വിജയിക്കുകയും നീതി പുലർത്തുകയും ചെയ്തു എന്ന് തന്നെ പറയാം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ ചിത്രം കണ്ടിറങ്ങുന്നത്. ഒരു സംശയവുമില്ലാതെ പറയാം, 2024 മലയാള സിനിമയ്ക്ക് ഭാഗ്യവർഷമാണെന്ന്. 2024 ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന പടങ്ങളിൽ ഒന്നു തന്നെയാണ് ആടുജീവിതം. 2013 ഇറങ്ങിയ കളിമൺ എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ബ്ലെസ്സിയുടേതായി ഒരു ചിത്രം പോലും ഇറങ്ങിയിട്ടില്ല. നീണ്ട 16 വർഷമായി ആടുജീവിതത്തിന്റെ പിന്നാലെയായിരുന്നു അദ്ദേഹം. കാഴ്ച, തന്മാത്ര, പളുങ്ക്, കൊൽക്കത്ത ന്യൂസ്, ഭ്രമരം, പ്രണയം തുടങ്ങി ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അദ്ദേഹം ഇതുവരെ ചെയ്തത്. പക്ഷേ ആടുജീവിതം എന്ന ഒരൊറ്റ സിനിമ മതി ബ്ലെസ്സിയുടെ കരിയറിനെ അടയാളപ്പെടുത്താൻ. പൃഥ്വിരാജ് ഇല്ലായിരുന്നെങ്കിൽ ആടുജീവിതം സിനിമയാകില്ലെന്ന് മലയാളികൾക്ക് ഉറപ്പാണ്. കാരണം ആടുജീവിതത്തിലെ നജീബാകാൻ പൃഥ്വിയെടുത്ത പരിശ്രമങ്ങൾക്ക് മുകളിൽ ഇന്ത്യയിലെ ഒരു നടനും പോകാൻ പറ്റില്ല. നജീബ് എന്ന കഥാപാത്രത്തിന് പൂർണ്ണത ലഭിക്കാൻ സ്വന്തം ശരീരത്തെ പോലും ഒരു പരീക്ഷണ വസ്തുവാക്കി. പട്ടിണി കിടന്നും അപകടകരമാം വിധം ശരീരഭാരം കുറച്ചും പൃഥ്വി നജീബായി സ്വയം സമർപ്പിച്ചു. അതിന്റെ ഫലമാണ് പൃഥ്വിരാജിന് ഇപ്പോൾ കിട്ടുന്ന ഓരോ കയ്യടിയും. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയാണ് പൃഥ്വി നജീബായിരിക്കുന്നത്. ഗൾഫിൽ വിമാനമിറങ്ങുന്ന സന്തോഷവാനായ നജീബിൽ നിന്ന് പതിയെ പതിയെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത ചെമ്മരിയാടുകൾക്കിടയിൽ തളച്ചിടുന്ന അടിമയിലേക്കുള്ള ആ രൂപം ഗംഭീരമാക്കിയെന്ന് തന്നെ പറയാം. കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന നജീബ് പൃഥ്വിരാജ് ആണെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര മേക്ക് ഓവറാണ്. മലയാളത്തിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ചിത്രമാണിത്. ഓസ്കാർ വരെ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ചലച്ചിത്ര ലോകവും. ബ്ലെസ്സിയുടെ സംവിധാന മികവിന് ഏറ്റവും മികച്ച പിന്തുണയാണ് റസൂൽ പൂക്കൂറ്റിയും റഹ്മാനും നൽകിയത്. റഹ്മാന്റെ പെരിയോനെ എന്ന് തുടങ്ങുന്ന ഗാനം ഒരു പ്രാർത്ഥനയും നിലവിളിയുമായി നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. അതുപോലെ തന്നെയാണ് റസൂൽ പൂക്കൂറ്റിയുടെ ശബ്ദമിശ്രണവും. നാട്ടിലെ മഴത്തുള്ളികളുടെ ശബ്ദം മുതൽ മണൽപ്പാമ്പുകളുടെ ഇഴച്ചിൽ ശബ്ദം വരെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഗംഭീരമാണ്. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സാഹിത്യകൃതി എന്ന് വിശേഷിക്കപ്പെട്ട ഒരു നോവൽ ചലച്ചിത്രമാക്കുക എന്നതും വലിയൊരു ബാധ്യതയും വെല്ലുവിളിയും തന്നെയാണ്. മറ്റു കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ബ്ലെസ്സി നൽകുന്നുണ്ട്. നജീബിന്റെ ഭാര്യ സൈനുവായി എത്തുന്നത് അമല പോളാണ്. ഒപ്പം അമ്മയായി ശോഭ മോഹനും എത്തുന്നു. അതേസമയം ഹക്കീം എന്ന വേഷം ചെയ്ത ഗോകുൽ, ഇബ്രാഹിം ഖാദ്രി എന്ന വേഷം ചെയ്ത ജിമ്മി ജീൻ ലൂയിസ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നജീബിന്റെ പ്രയാസങ്ങൾക്ക് സാക്ഷിയായിരുന്നു മരുഭൂമി. ഇത്രയും ഗംഭീരമായി ഒരു മരുഭൂമി കാഴ്ച സമീപകാല ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഉണ്ടായിട്ടില്ല. സിനിമ റിലീസായി ആദ്യ ദിവസം പിന്നിടുമ്പോൾ 7.75 കോടി രൂപയാണ് ആടുജീവിതം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയത്. മഞ്ഞമ്മൽ ബോയ്സ്, പ്രേമലു, ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾക്ക് പിന്നാലെ ആടുജീവിതം ഈ വർഷം മലയാള ഇൻഡസ്ട്രിക്ക് മറ്റൊരു സൂപ്പർ ഹിറ്റ് നൽകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയിൽ ഉടനീളമുള്ള തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. സിനിമാ പ്രേമികൾക്കിടയിൽ ചിത്രം വലിയ ആവേശമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രീ ബുക്കിംഗ് കണക്കുകൾ പ്രകാരം 13 മണിക്കൂറിനുള്ളിൽ 63,000 ടിക്കറ്റുകളാണ് വിറ്റത്. കേരളത്തിൽ മാത്രം 1.13 കോടി രൂപയിൽ നേടി. ജീവിതം സിനിമയാകുമ്പോൾ നജീബ് ജനശ്രദ്ധ നേടിയിരുന്നു. ആടുജീവിതം കണ്ട് താൻ കരഞ്ഞു പോയെന്നാണ് ചിത്രം കണ്ടതിനു ശേഷം നജീബ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സാങ്കേതിക
നിശ്ചയമായി മലയാളത്തിലെ സമീപകാല ചിത്രങ്ങളിൽ ടോപ്പ് നോച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ചിത്രം തന്നെയാണ് ആടുജീവിതം. You are watching India's first NGO television, Malanadu TV India.